ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടായി പങ്കുവെക്കുന്നത് വിവിധ ഇനം വേനൽക്കാല പൂക്കളെക്കുറിച്ചാണ്. ആദ്യത്തേത് സൂര്യകാന്തി. നിങ്ങളുടെ പൂന്തോട്ടത്തിന് ഏറ്റവും മികച്ച വേനൽക്കാല പൂച്ചെടികളിൽ ഒന്നാണ് സൂര്യകാന്തി പൂക്കൾ. സൂരജ്മുഖി എന്നും അറിയപ്പെടുന്ന സൂര്യകാന്തി പൂക്കൾ ഇന്ത്യയിലെ പ്രശസ്തമായ വേനൽക്കാല സസ്യങ്ങളാണ്. സൂര്യൻ്റെ ഊഷ്മളതയെയും ഊർജ്ജസ്വലതയെയും പ്രതീകപ്പെടുത്തുന്ന തിളങ്ങുന്ന മഞ്ഞ ദളങ്ങൾക്കും സൂര്യനെപ്പോലുള്ള രൂപത്തിനും അവ പേരുകേട്ടതാണ്. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന ഈ പൂത്തുലഞ്ഞ സുന്ദരികൾ നിങ്ങളുടെ വീട്ടിലേക്ക് സൂര്യപ്രകാശത്തിൻ്റെ ഒരു സ്പർശം നൽകുന്നു. സൂര്യകാന്തി പൂക്കൾ സൂര്യതാപം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നു. കൂടാതെ ദിവസവും ഏകദേശം 6 മുതൽ 8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുകയും വേണം. നിങ്ങളുടെ ഇടം പ്രകാശപൂരിതമാക്കാനും വേനൽക്കാലം മുഴുവൻ അവയുടെ ഭംഗി ആസ്വദിക്കുന്നതിനും ഈ പ്രസന്നമായ സൂര്യകാന്തി പൂക്കൾ നിങ്ങളുടെ വീട്ടിൽ നട്ടുവെക്കുക. അടുത്തത് എനിക്ക് പറയാനുള്ളത് ജമന്തിയെക്കുറിച്ചാണ്. വേനൽക്കാലത്ത് പൂക്കുന്ന എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു സസ്യമാണ് ജമന്തി. ഏറ്റവും മികച്ച വിദേശ ജമന്തികൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിലും ഇന്ത്യക്കാർക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്നിരുന്നാലും അവ ഇന്ത്യയിൽ നിന്നുള്ളതല്ല. അതിശയകരമെന്ന് പറയട്ടെ, അവ മെക്സിക്കോയിൽ നിന്നുള്ളതാണ്. വളർത്താനും പരിപാലിക്കാനും എളുപ്പമാണ്. നമ്മുടെ ചൂടുള്ള വെയിലുള്ള ഇന്ത്യൻ കാലാവസ്ഥയിൽ ജമന്തികൾ തഴച്ചു വളരുന്നു. ജെൻഡ ഫൂൾ എന്നും അറിയപ്പെടുന്ന ജമന്തി പൂക്കൾ ഓറഞ്ച്, മഞ്ഞ നിറങ്ങളുള്ള ഉജ്ജ്വലമായ ഷെയ്ഡുകളിലാണ് വളരുന്നത്. എന്നിരുന്നാലും അവ വെറും കണ്ണിന് മധുരം നൽകുന്നവയല്ല. ജമന്തിപ്പൂക്കൾ ഇല്ലാതെ ഒരു ഇന്ത്യൻ ഉത്സവവും പൂർണ്ണമാകില്ല. അവ ഒരു പ്രധാന സസ്യമാണ്. പലപ്പോഴും മാലകളിലും അലങ്കാരങ്ങളിലും ദേവതകൾക്കുള്ള വഴിപാടുകളിലും ഉപയോഗിക്കുന്നു. ഈ വേനൽക്കാല നക്ഷത്രങ്ങൾ പ്രകൃതിദത്ത വിളകൾ കൂടിയാണ്. അടുത്തതായി ഞാൻ പറയുന്നത് ചെമ്പരത്തിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ പ്രിയപ്പെട്ട വേനൽക്കാല പൂച്ചെടികളിൽ ഒന്നാണ് ചെമ്പരത്തി. അടുത്തത് ഇന്ത്യക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ടത് ചെമ്പരത്തിയാണ്. സാധാരണയായി ഷൂ ഫ്ലവർ എന്നറിയപ്പെടുന്ന ചെമ്പരത്തി പല വീടുകളിലും നിങ്ങൾക്ക് ഈ സൗന്ദര്യം കാണാൻ കഴിയും. അതിന് നല്ല കാരണവുമുണ്ട്. ഇന്ത്യയിൽ 70-ലധികം ഇനം ചെമ്പരത്തികളുണ്ട്. വേനൽക്കാലത്ത് പൂന്തോട്ടങ്ങളിൽ ഇവ ഒരു സാധാരണ കാഴ്ചയായി മാറുന്നു. ചെമ്പരത്തി ചെടികൾ ചട്ടിയായാലും നിലത്തായാലും പരിപാലിക്കാൻ എളുപ്പമാണ്. അവ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു. പതിവായി നനവ് ആവശ്യമാണ്. ചെറുതായി ചുളിവുകളുള്ള ഇവയുടെ ദളങ്ങൾ നടുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു കളങ്കം ഇവയുടെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു. അലങ്കാരത്തിന് പുറമെ ഹെർബൽ ട്രീ, ഹെയർ ഓയിലുകൾ എന്നിവയും ഇവ ഉപയോഗിക്കുന്നു. ആചാരങ്ങൾ, അലങ്കാരങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയിലും ഈ വേനൽക്കാല സസ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അടുത്തത് ചെമ്പകമാണ്. ഏതൊരു പൂന്തോട്ടത്തിനും സുഗന്ധം പകരുന്ന ഒന്നാണ് ചെമ്പകപ്പൂക്കൾ. പ്ലൂമേരിയ എന്നും അറിയപ്പെടുന്ന ചെമ്പകം ഇന്ത്യയിലെ മറ്റൊരു പ്രിയപ്പെട്ട പുഷ്പമാണ്. ഇതിൻ്റെ വെൽവെറ്റ് ദളങ്ങൾ വെള്ള മുതൽ തിളക്കമുള്ള മഞ്ഞ, പിങ്ക് നിറങ്ങൾ വരെയാണ്. തിളങ്ങുന്നതും തുകൽ പോലുള്ളതുമായ ഇലകളാൽ ദളങ്ങൾ പൂരകമാണ്. അതോടൊപ്പം അതിൻ്റെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധവും ചേർക്കുമ്പോൾ രാജ്യത്തുടനീളമുള്ള പൂന്തോട്ടങ്ങളിലും വീടുകളിലും ചെമ്പ പ്രിയപ്പെട്ടതാണെന്നതിൽ അതിശയിക്കാനില്ല. ഈ മനോഹരമായ പൂവിൽ ഇഷ്ടപ്പെടാത്തത് എന്താണ്? ചെമ്പയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. വേനൽക്കാലത്ത് പൂക്കുന്ന ഈ സസ്യങ്ങളുടെ സുഗന്ധം ചാനൽ വെർസേസ് പോലുള്ള ഉയർന്ന നിലവാരമുള്ള പെർഫ്യൂമുകളിൽ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മധുരവും ആവേശകരവുമായ സുഗന്ധം ശാന്തത ഉണർത്തുന്നു. അതുകൊണ്ടാണ് അരോമ തെറാപ്പിയിലും ഇത് ജനപ്രിയമായി മാറുന്നത്. അടുത്തത് മുല്ലപ്പൂവാണ്. മുല്ലപ്പൂക്കൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഒരു നല്ല സുഗന്ധമാണ് ഈ മുല്ലപ്പൂവിന്. ഇന്ത്യയിലെ മറ്റൊരു ജനപ്രിയ വേനൽക്കാല സസ്യമാണ് ജാസ്മിൻ അഥവാ മുല്ലപ്പൂവ്. മുല്ലപ്പൂക്കൾ തലയിൽ ചൂടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? ഇത് ചമേലി എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ അതിലോലമായ വെളുത്ത ദളങ്ങൾ മനോഹരമാക്കുക മാത്രമല്ല, ആകർഷകമായ സുഗന്ധം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അലങ്കാരത്തിനപ്പുറം വിവിധ ആവശ്യങ്ങൾക്കായി ഈ വൈവിധ്യമാർന്ന പുഷ്പം ഉപയോഗിക്കുന്നു. മാലകൾ, സുഗന്ധദ്രവ്യങ്ങൾ, എണ്ണകൾ, ചായകൾ എന്നിവ മുതൽ മെഴുകുതിരികൾ, ലോഷനുകൾ, സോപ്പുകൾ വരെ ഉണ്ടാക്കുന്നു. അടുത്തതായി ബൊഗൈൻവില്ലയാണ്.
ബൊഗൈൻവില്ല കടലാസ് വർണ്ണാഭമായ ബൊഗൈൻവില്ലകൾ വളർത്താൻ എളുപ്പമാണ്, കാണാൻ അതിഭംഗിയുമാണ്. കടലാസ് പോലുള്ള ഈ പൂക്കൾ നിങ്ങൾ പല പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അവയെ എന്താണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ബൊഗൈൻവില്ല. ഉച്ചരിക്കാൻ പ്രയാസമാണ് അല്ലേ? പക്ഷേ വിഷമിക്കേണ്ട, സങ്കീർണമായ പേര് ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ ഭംഗി ലളിതമാണ്. മാത്രമല്ല അവിശ്വസനീയമാം വിധം കുറഞ്ഞ പരിപാലനവുമാണ് ഇതിന്. വേനൽക്കാലത്ത് 20 അടി വരെ ഉയരത്തിൽ എത്തുന്ന ഈ സസ്യങ്ങൾ വേഗത്തിൽ വളരുന്ന വള്ളികളായി പ്രവർത്തിക്കുന്നു. പിങ്ക്, ചുവപ്പ്, പർപ്പിൾ, ഓറഞ്ച്, വെള്ള എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ ബൊഗൈൻവില്ലകൾ ലഭ്യമാണ്. മികച്ച വളർച്ചയ്ക്കും പൂവിടലിനും വേണ്ടി വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ അവ വീട്ടിൽ നടുന്നത് അനുയോജ്യമാണ്. പൂന്തോട്ടങ്ങളിലോ വേലികളിലോ ചട്ടിയിലോ ആകട്ടെ, നിങ്ങൾക്ക് അവയെ എവിടെയും സ്ഥാപിക്കാം. അവ എളുപ്പത്തിൽ ഇണങ്ങുന്നു. അവയ്ക്ക് വേണ്ടത് നിങ്ങളുടെ പരിചരണവും ധാരാളം സൂര്യപ്രകാശവും നല്ല നീർവാർച്ചയുള്ള മണ്ണും ഉള്ള ഒരു ചൂടുള്ള കാലാവസ്ഥയും മാത്രമാണ്. അടുത്തതായി ഞാൻ പറയുന്നത് റോസാപ്പൂക്കളാണ്. റോസാപ്പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാകില്ല. വളരെ പ്രചാരത്തിലുള്ള ഈ പുഷ്പത്തിന് ആമുഖമോ വിശദീകരണങ്ങളോ ആവശ്യമില്ല. നൂറ്റാണ്ടുകളായി കവികളെയും എഴുത്തുകാരെയും അവയുടെ ആകർഷകമായ സൗന്ദര്യത്തെ പ്രചോദിപ്പിച്ച് റോസാപ്പൂക്കളെക്കുറിച്ചാണ് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്. വളരെ പ്രചാരത്തിലുള്ള ഈ പുഷ്പം അവയുടെ സൂക്ഷ്മമായ സൗന്ദര്യത്തിൽ മൂർച്ചയുള്ള മുള്ളുകൾ പോലെ റോസാച്ചെടികളെയും വളരെ ഉറപ്പുള്ളവയാണ്. ചൂടുള്ള കാലാവസ്ഥയും കുറഞ്ഞത് 6 മണിക്കൂർ സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയെ അവയ്ക്ക് നേരിടാൻ കഴിയും. അപ്പോൾ ഈ സുന്ദരികളെ എങ്ങനെ നടാമെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ആദ്യം ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ജൈവ വസ്തുക്കൾ അടങ്ങിയ മണ്ണ് ഉപയോഗിക്കുക. 2 ചെടികൾക്കിടയിൽ മതിയായ ഇടം നൽകുന്നത് ഉറപ്പാക്കുക. ആഴ്ചയിൽ 2 തവണ നനയ്ക്കുക, പക്ഷേ വൈകുന്നേരം നനയ്ക്കുന്നത് ഒഴിവാക്കുക. അടുത്തതായി ഞാൻ പറയുന്നത് സീനിയ ചെടികളെക്കുറിച്ചാണ്. സീനിയ ചെടികളെക്കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. സീനിയകൾ ചെറുതും വർണ്ണാഭമായതും വേനൽക്കാല പൂച്ചെടികൾ പോലെ തികഞ്ഞതുമാണ്. വിവിധ നിറത്തിലുള്ള ഇത് സൂര്യകാന്തി അല്ല, പക്ഷേ സൂര്യകാന്തിയെ പോലെ ഇരിക്കുന്നതാണ്. ഇല്ല, ഇത് ഒരു സൂര്യകാന്തി അല്ല. സീനിയകളെ സൂര്യകാന്തി പൂക്കളായി തെറ്റിദ്ധരിക്കുന്നത് സാധാരണമാണ്, കാരണം അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അവ ഒരുപോലെയല്ല. സീനിയകൾക്ക് അവയുടെ കസിൻസിനെ അപേക്ഷിച്ച് ചെറിയ പൂക്കളുടെ തലകളും ഡെയ്സി പോലുള്ള രൂപവുമുണ്ട്. ചെറുതാണെങ്കിലും ഏത് സാഹചര്യത്തിലും വർണ്ണത്തിൻ്റെ ഒരു പൊട്ടിത്തെറി ചേർക്കുന്ന ഒരു ഊർജ്ജസ്വലമായ ആകർഷണീയത സീനിയകൾക്കുണ്ട്. സീനിയകൾ അവയുടെ ഉജ്ജ്വലമായ, നിങ്ങൾക്ക് പേര് കേട്ടതാണ്, വൈവിധ്യത്തെ ആശ്രയിച്ച് ഒരു പൂവിന് ഒരു ദൃഢമായ നിഴലോ നിറങ്ങളുടെ സംയോജനമോ പ്രദർശിപ്പിക്കാൻ കഴിയും. അതിനു പുറമെ അവ വേഗത്തിൽ വളരുകയും പൂക്കുകയും ചെയ്യുന്നു. മനോഹരമായ പൂക്കളോടെ പൂക്കാൻ സാധാരണയായി 6 മുതൽ 8 ആഴ്ച വരെ എടുക്കും. ഈ വേനൽക്കാല സസ്യങ്ങൾ വളർത്താൻ വളരെ എളുപ്പമാണ്. അടുത്തത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം ഒരു പൂച്ചെടിയാണ്. ഇത് മോർണിംഗ് ഗ്ലോറി എന്നും അറിയപ്പെടുന്നു. ഇത് കൺവോൾവുലേസി കുടുംബത്തിൽ പെട്ടതാണ്, അതായത് കയറുന്നവർ. ഇതിൻ്റെ പിങ്ക്, പർപ്പിൾ, നീല, മജന്ത അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ ചിത്രശലഭങ്ങൾക്കും ഹമ്മിങ് ബേഡുകൾക്കും പ്രിയപ്പെട്ടതാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് അപരാജിത ചെടി വളർത്താൻ പറ്റിയ ഒരു സസ്യമാണ്, കാരണം അത് ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നു. ചെടി വളർത്താനുള്ള ഏറ്റവും നല്ല ദിശകൾ കിഴക്ക്, വടക്ക് അല്ലെങ്കിൽ വടക്കു കിഴക്ക് എന്നിവയാണ്. അപരാജിത ചെടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല ദിവസം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ്, കാരണം ഈ ദിവസങ്ങൾ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ശംഖുപുഷ്പത്തെ അപരാജിത എന്നും പേര് പറയുന്നു. അടുത്തതായി ഞാൻ പറയുന്നത് പാൻസികളെക്കുറിച്ചാണ്. മനോഹരമായ പാൻസികൾ വേനൽക്കാല പൂച്ചെടികളെ മനോഹരമാക്കുന്നു. പാൻസികൾ പല നിറങ്ങളിൽ ലഭ്യമാണ്. സാധാരണയായി വീട്ടുപറമ്പുകളിൽ വളർത്താറുണ്ട്. പർപ്പിൾ, മഞ്ഞ, ഓറഞ്ച്, നീല, വെള്ള തുടങ്ങിയ ഷെയ്ഡുകളുള്ള തോട്ടക്കാർക്ക് ഇവ വൈവിധ്യമാർന്ന തിരഞ്ഞെടുപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഒതുക്കമുള്ള വലിപ്പവും വർണ്ണാഭമായ പൂക്കളും കാരണം പാൻസികൾ വേനൽക്കാല പൂന്തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. വേനൽക്കാല മാസങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ സസ്യങ്ങൾ പൂക്കുകയുള്ളൂ.